നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വരവിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ? തീർച്ചയായും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ സജീവമാണ്. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നൊന്ന് വിശദമായിട്ട് നോക്കാൻ പോവാണ്. ശരി, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോ തുടങ്ങുന്ന ഡേറ്റ് ആണ്. അത് ഏപ്രിലിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഓഗസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെ, സ്റ്റാർ സിംഗർ ഷോ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നത്. അതെ, ഇനിയിപ്പോൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല, ഏതാനും ആഴ്ചകൾ മാത്രം. പക്ഷെ ഈ ഒരു ഡിലേ അത് മത്സരാർത്ഥികളുടെ സെലക്ഷനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവുമോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഓഡിഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഓഗസ്റ്റിലേക്ക് മാറിയതുകൊണ്ട് ചിലപ്പോൾ ലിസ്റ്റിലുണ്ടായിരുന്ന ചിലർക്ക് വരാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ചിലർക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവാം. ശരിയാണ്. ആരൊക്കെ വരുമെന്നുള്ളത് വളരെ നിർണായകമാണ്. ഇപ്പൊ ഈ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുകൾ കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതെ, അതൊക്കെ ചർച്ചയിലുണ്ട്. അവര് വന്നാൽ കളി ചിലപ്പോൾ വേറെ ലെവലിൽ പോവും. ശരിയാണ്. തുടക്കത്തിലെ ആ ഒരു ഹൈപ്പ് അത് അവസാനം വരെ നിൽക്കുമോ എന്ന് കാണണം. എന്തായാലും മോഹൻലാൽ തന്നെ ഹോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നല്ലോ. അത് വലിയൊരു ആശ്വാസമായി പ്രേക്ഷകർക്ക്. കാരണം തുടക്കത്തിൽ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏഷ്യാനെറ്റ് തന്നെ ആ പ്രൊമോ ഇറക്കിയതോടെ അത് ക്ലിയറായി. ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും. ആ പുതിയ ലോഗോ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ലോഗോ കൊള്ളാം, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചത് ആ ടാഗ് ലൈൻ ആണ്. അതെ, പണി വരുന്നുണ്ട്. അതാണ് ആ കേട്ടത് തന്നെ ഒരു ആകാംക്ഷ കൂടിയില്ലേ? തീർച്ചയായും. കഴിഞ്ഞ സീസണുകളിലൊക്കെ ട്വിസ്റ്റുകളും ടാസ്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ, പണി വരുന്നുണ്ട് എന്ന് എടുത്തു പറയുന്നത്, അതെന്തായിരിക്കും? എന്ത് തരം പണിയായിരിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വെറും ടാസ്കുകൾ മാത്രമായിരിക്കുമോ, അതോ വീടിനുള്ളിലെ നിയമങ്ങളിലോ മറ്റോ എന്തെങ്കിലും ആവാം. ചിലപ്പോ സാമൂഹികപരമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ടാസ്കുകൾ. ഈ പണി എന്നത് ടാസ്കിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. ഒരുപക്ഷെ നോമിനേഷനിലോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇടപെടലുകളിലോ ഒക്കെ വരാം. ശരിയാണ്. ചിലപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരിക്കുമോ, അതോ ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാവും? അത് കണ്ടറിയണം. എന്തായാലും ഇത് പ്രേക്ഷകരിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ ഈ ഷോയിലേക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടി പലരും ഇപ്പോഴേ പണിയെടുക്കുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അത് ശരിയാണ്. അതും ഒരുതരം പണി തന്നെ, അകത്ത് കയറാനുള്ള പണി. അപ്പോൾ ഈ പണി വരുന്നുണ്ട് എന്നത് മത്സരാർത്ഥികൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടിയുള്ള സൂചനയാണോ? എന്തെങ്കിലും ഇന്ററാക്ഷൻസ് കൂടുമോ? സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലോ മറ്റോ പുതിയ രീതികൾ വന്നേക്കാം. എന്തായാലും ഈ സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി കാര്യമായ ചില മാറ്റങ്ങളോടെ കുറച്ചുകൂടി ഒരു കളർഫുള്ളായ ഒരു സീസണായിരിക്കും വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. അതെ, മോഹൻലാലിന്റെ ആ ഒരു സ്ഥിരീകരണവും ഈ പുതിയ ടാഗ് ലൈനും ഒക്കെ കൂടി വരുമ്പോൾ പ്രതീക്ഷ കൂടുകയാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റിൽ തുടങ്ങും. അതെ, മോഹൻലാൽ, ലാലേട്ടൻ തന്നെയാണ് അവതാരകൻ, അതും ഉറപ്പിച്ചു. ഓഡിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആറാട്ടണ്ണൻ, പെരേര പോലുള്ള പേരുകൾ ചർച്ചയിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്ന പുതിയ ലോഗോയും ആ ആകാംക്ഷ കൂട്ടുന്ന പണി വരുന്നുണ്ട് എന്ന ടാഗ് ലൈനും. അതെ, അപ്പോ ആ അംഗം കുറിക്കാനായിട്ട് നമുക്കും കാത്തിരിക്കാം. ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ വെച്ച് ഒരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പണി വരുന്നുണ്ട് എന്ന തീം, പിന്നെ ഈ അകത്ത് കയറാനുള്ള മത്സരമൊക്കെ നോക്കുമ്പോൾ മുൻപത്തെ സീസണുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്ന തരത്തിലുള്ള പുതിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ ടാസ്കുകൾ, ചിലപ്പോൾ സാമൂഹികപരമായ പരീക്ഷണങ്ങൾ, അതൊക്കെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ കാണാൻ സാധ്യതയുണ്ട്. അതൊന്ന് ചിന്തിക്കുന്നത് രസമായിരിക്കും, അല്ലേ? തീർച്ചയായും, അത് കാത്തിരുന്ന് തന്നെ കാണണം.